അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ, നമ്മുടെ ആവലാതികളും വേവലാതികളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുള്ള ലോകത്താണ് നാം എല്ലാവരും ജീവിക്കുന്നത് അല്ലേ? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാനിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നാളെ ആഖിറത്തിലേക്കുള്ള ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നതാണ്. ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അള്ളാഹു കാണിച്ചു തരട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ദിവസമായിട്ട് വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് എഴുതി വിടാറുണ്ട്. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേര് മടവൂര് CM മക്കാമിൽ നേർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ സമയത്ത് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ 101 രൂപ, 313 രൂപ, 500 രൂപ, 1000 രൂപ മക്കൾക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പൈസ അയച്ചു തന്നു. 2 തവണയായിട്ട് അവിടെ പോയി പൈസ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നാളെയാണ് ഇൻഷാ അല്ലാ അവസാന ദിവസമാണ്, നേർച്ചൻ്റെ അന്നദാന ദിവസമാണ്. അപ്പോൾ പോവാൻ പറ്റാത്തവരാണ് എങ്കിൽ നിങ്ങൾ ഇതായി കാണുന്ന വാട്സപ്പിലൂടെയായിട്ട് മെസ്സേജ് അയക്കുക. നിങ്ങൾക്കും അവിടെയുള്ള മക്കൾക്ക് പൈസ കൊടുക്കണം, എന്തെങ്കിലും കാര്യം നിറവേറി കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനോ അസുഖം കൊണ്ടുള്ള പ്രയാസത്തിനോ ഒക്കെ അവിടെ പഠിക്കുന്ന മക്കൾ, ചെറിയ മക്കളാണ്, മക്കൾക്ക് വേണ്ടി നിയ്യത്താക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ അറിയിക്കുക. അതുപോലെ അവിടെ നേർച്ചയിലേക്ക് മക്കാമിലേക്ക് പണം നിയ്യത്താക്കുന്നവരും ഈ ഒരു വാട്സപ്പിലൂടെ അയക്കുക. എന്നിട്ട് നാളെയാണ് പോകുന്നത്, 2-ാം തീയതി ശേഷം ആരും ഇതിലേക്ക് പൈസ അയക്കരുത് കേട്ടോ. എന്നോട് ബുദ്ധിമുട്ട് പറഞ്ഞ സമയത്താണ് ഞാൻ ഈ നമ്പർ വീഡിയോസിലായിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ഞാൻ അവിടെ പോയ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ഇങ്ങോട്ട് വന്ന് വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്ത നിങ്ങൾ അവിടെ പോകുമ്പം എനിക്ക് ഇത്ര പൈസ ഉണ്ട് കൊടുക്കാൻ, ഒന്ന് കൊടുക്കുമോ എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ പൈസ അയക്കാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരാണ് പൈസ അയച്ചത്. അൽഹംദുലില്ലാ അവിടെ പോയി 2 തവണ ഇപ്പോൾ പോയി പൈസ അവിടെ കൊടുത്തു. ഇനി ഇൻഷാ അല്ലാ ഒരുപാട് പേര് മക്കൾക്കും അതുപോലെ അവിടെ മക്കാമിലേക്കും എന്ന് പറഞ്ഞ് തന്നെ പൈസ അയച്ചു തന്നതുണ്ട്. നാളെ പോയിട്ട് കൊടുക്കുന്നതാണ് ഇൻഷാ അല്ലാ. നാളെയാണ് ലാസ്റ്റ് ദിവസം അവിടുത്തെ നേർച്ചൻ്റെ. നമ്മുടെ സ്വതക്ക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ള നൽകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പേര് സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞവരുമുണ്ട്. ദിക്റ് ചൊല്ലിയിട്ടും അതുപോലെ തന്നെ പൈസ അയച്ചു തന്നിട്ടും മനസ്സിനൊരു സമാധാനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തലവേദനയ്ക്ക് വേണ്ടി നിയ്യത്താക്കിയിട്ടായിരുന്നു അവിടേക്ക് പൈസ നിയ്യത്താക്കിയത്, ഫലം കിട്ടിയിത്ത എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു മക്കാമാണ് മടവൂര് CM മക്കാം എന്ന് പറയുന്നത്. ഈ പടരും പോലെ വിധത്തിലായിട്ട് നമ്മുടെ എന്ത് കഠിനമായിട്ടുള്ള പ്രയാസത്തിനും പരിഹാരം അവിടെ നിന്ന് കിട്ടും ഇൻഷാ അല്ലാ. അള്ളാഹു നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾ മാറ്റി തരട്ടെ. അതോടൊപ്പം തന്നെ കണ്ണേറ്, സിഹിറ് അതുപോലെയുള്ള എല്ലാ ഇടങ്ങേറിൽ നിന്നും അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ദിക്റ്, അതായത് നമ്മുടെ ഇടങ്ങേറുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ മാറ്റിയെടുക്കാനുള്ള ഒരു ദിക്റാണ്. വെറും 3 തവണ ചൊല്ലിയാൽ തന്നെ നമ്മുടെ കാര്യത്തിനൊരു സമാധാനം അള്ളാഹു തരും. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടും. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴി ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കൊണ്ടുതരും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഈ ഇഷ്ക് മദീന എന്ന ചാനലിലൂടെയായിട്ട് ഞാൻ ദിവസമായിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് കമൻറ്റ് കൂടുതലായിട്ടും വരാറുള്ളത് എന്താ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ്. കടം കൊണ്ട് ബുദ്ധിമുട്ടിലാണ് ഇത്ത, ഒരു സമാധാനവുമില്ല, ഉറങ്ങി എണീക്കുന്ന സമയത്ത് തന്നെ ബേജാറും പേടിയുമാണ്. കടം നമ്മുടെ ജീവിതത്തിൽ വന്നു പെട്ടാൽ പിന്നെ മനസ്സിനൊരു സമാധാനം നമുക്ക് കിട്ടില്ല അല്ലേ? എല്ലാം തന്നെ അള്ളാഹു 1 മിനിറ്റ് സമയം മതി അതെല്ലാം മാറി മറിയാൻ വേണ്ടി. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന കാര്യമാണ്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. കാരണം എന്താണെന്നറിയോ, നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോവും അല്ലേ? ആ ഒരു ദുആക്ക് ഫലമുണ്ട് എന്നാണ്. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണമെന്നാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തി ദുആ ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണമെന്നാണ്.
അള്ളാഹു തീർച്ചയായിട്ടും അതിനൊരു വഴി അള്ളാഹ് തുറന്നു തരും. ഇടങ്ങേറ് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്. ഞാൻ ഒരുപാട് ദിക്റൊക്കെ ചൊല്ലിയിട്ടുണ്ട്. ഇത്താ തന്നെ പറഞ്ഞു തന്ന ഒരുപാട് ദിക്ർ ഞാൻ നിയ്യത്താക്കി ചൊല്ലി. എനിക്ക് ഫലം കിട്ടിയിട്ടില്ല. എന്താന്നറിയില്ല. ഇനി അള്ളാഹ് എന്നെ പരീക്ഷിക്കാണോ അതും എനിക്കറിയില്ല ഇത്താ. ഒരുപാട് വിഷമം പറയുന്നവരുണ്ട്. അതെന്താ? അള്ളാഹു നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബ്. അല്ലാഞ്ഞാലിപ്പോൾ എത്ര ആളുണ്ട് നിസ്കരിക്കാതെ ഒരു നോമ്പും നോൽക്കാതെ അങ്ങനെ കള്ള് കുടിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാതെ പരിപാടിയൊക്കെ എടുത്ത് നടക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ അവർക്ക് കാണുന്നുണ്ടാവില്ല. അവർക്ക് പണത്തിനോടൊരു ബുദ്ധിമുട്ടില്ല, കടമില്ല, അസുഖങ്ങളില്ല, ഒക്കെ സമാധാനമായിരിക്കും. അതൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് അള്ളാഹ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹ് സ്നേഹിക്കുക. നമ്മളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അള്ളാഹ് നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പം കടം കൊണ്ടായിരിക്കും പരീക്ഷണം, അസുഖം കൊണ്ടായിരിക്കും പരീക്ഷണം. നമ്മൾ എത്രയോ അള്ളാഹുവിലേക്ക് അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതാണ്. കാരണം ചെറിയ കുഞ്ഞു മക്കളൊക്കെയാണ് മൂക്കിൽ പൈപ്പിട്ടിട്ട് അതുപോലെ തന്നെ ശ്വാസം എടുക്കാൻ കഴിയാതെ എത്ര പ്രയാസത്തിലാണെന്നറിയോ. അതൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് ഓരോ മിനിറ്റ് സമയം വെച്ച് അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മൾ ഓരോ നിമിഷമായിട്ട് ഈ ശ്വാസം വലിക്കുന്നതൊക്കെ നമ്മളൊരു രൂപ പോലും അള്ളാഹ്ക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളിനി ഐസിയിലോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലൊക്കെ ഇടുന്ന സമയത്ത് ഓരോ മിനിറ്റ് സമയത്തിനും അവിടെ പൈസ എഴുതുന്നുണ്ട്. റബ്ബ് നമ്മളോട് ഒരു രൂപ പോലും വാങ്ങുന്നില്ലല്ലോ. അപ്പോൾ എത്രമാത്രം അള്ളാഹുവിലേക്ക് നമ്മൾ ശുക്ർ ചെയ്യണം. നാം തന്നെ ചിന്തിച്ചു നോക്കണം. അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. അള്ളാഹിനെ സ്നേഹിക്കുക. അള്ളാഹിൻ്റെ മുത്ത് റസൂലിനെ സ്നേഹിക്കുക. അതിപ്പോൾ ആരോ അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുക, ആരോ കാണിച്ചുകൊണ്ട് ഖുർആൻ ഓതുക, ആരോ കാണാൻ വേണ്ടി ദിക്ർ ചൊല്ലുക, അങ്ങനെയൊന്നും വേണ്ട. ഏത് കൂരി ഇരുട്ടിലിരുന്നിട്ടും അള്ളാഹുവിലേക്ക് നമ്മൾ ഇബാദത്ത് ചെയ്താൽ അത് റബ്ബ് കാണും ഇല്ലേ. അപ്പോൾ വീഡിയോ ലെങ്തായി പോവും. പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരൊക്കെ ഉണ്ട്. നാളെ മടവൂര് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അവിടുന്ന് ദുആ ചെയ്യിപ്പിക്കും. അവിടെ പൈസ കൊടുക്കുന്ന സമയത്ത് ആ ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും സ്വതക്ക അള്ളാഹ് സ്വീകരിക്കട്ടെ. പെട്ടെന്ന് തന്നെ അതിനുള്ള ഫലം ഈ പൈസ അയച്ചു തന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ അർഹമായിട്ടുള്ള പരിഹാര മാർഗം അള്ളാഹു അവരുടെ മനസ്സിന് എന്ത് പ്രയാസമാണുള്ളത് അതിനൊക്കെ പരിഹാരം അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ടെൻഷനുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളൊക്കെ മാറിക്കിട്ടാൻ ഈ ഒരു ദിക്ർ നിങ്ങൾ വെറും 3 തവണ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം ഒന്ന് ചൊല്ലി നോക്കി. വെറും 3 തവണയായിട്ട് സുബഹിൻ്റെ ശേഷമായിട്ട്. അപ്പോൾ ഏതാണ് ദിക്ർ എന്നിതാ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാട്ടോ. അത് നിങ്ങൾ സുബഹിൻ്റെ ശേഷമായിട്ട് നമ്മൾ സുബഹി നിസ്കാരത്തിന് ശേഷം സ്ഥിരമായിട്ട് ചൊല്ലിപ്പോരുന്ന ദിക്റുകളും സ്വലാത്തുകളോ ഇനി സൂറത്ത് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് നമ്മൾ ചിലപ്പം ഫാത്തിഹ ഒക്കെ ഓതും അല്ലേ, അങ്ങനെ ഓതുന്നവരുണ്ടോ? അതൊക്കെ നല്ലതാണ് കേട്ടോ. എന്ത് ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം ളുഹറിൻ്റെ ശേഷം മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയ, അതുപോലെ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ, ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ, റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ, അങ്ങനെയൊക്കെ ഓതുന്നത് നമുക്ക് ഹൈറാണ്. ഓതാത്തവരാണ് എങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഓതി നോക്കേണ്ടി എല്ലാ ദിവസവും സുബഹിൻ്റെ ശേഷം, മഗ്‌രിബിൻ്റെ ശേഷം, ഇശാഇൻ്റെ ശേഷം, അസറിൻ്റെ ശേഷം അതൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പറയുന്ന ദിക്റാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരാനും സമാധാനവും സന്തോഷവും കിട്ടാനും വേണ്ടി സുബഹി നമസ്കാരത്തിന് ശേഷമായിട്ട് ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ വെറും 3 തവണ സുബഹിൻ്റെ ശേഷം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുബഹി നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ചൊല്ലുന്ന ദിക്റുകളും തസ്ബീഹുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് നിസ്കാര പാഴയിലിരുന്ന് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ദിക്ർ വെറും 3 തവണ ഒരാഴ്ച ദിവസം പതിവായിട്ടൊന്ന് ചൊല്ലി നോക്കി. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ മടവൂര് മക്കാമിൽ പോകാൻ പറ്റാത്ത ഒരുപാട് ഉമ്മമാർ പൈസ അയച്ചു തരാൻ പറഞ്ഞവരൊക്കെ ഉണ്ട്. നാളെയാണ് 2-ാം തീയതി, നാളെയാണ് ലാസ്റ്റ് ദിവസം. നാളെ അവിടേക്ക് പോവും. അതിന് മുന്നേ ആയിട്ട് പൈസ അയച്ചു തരിക. ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ സൗദിയിൽ നിന്നും ഒമാനിൽ നിന്ന് അതുപോലെ ദുബായിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് പൈസ അയച്ചു തരുന്നത്. പോകാൻ പറ്റാത്തവർ മാത്രം അയച്ചാൽ മതിട്ടോ. പോകാൻ കഴിയുന്നവർ ഒരു തവണയെങ്കിലും
എന്നെങ്കിലും അവിടത്തേക്കൊന്ന് പോവണം. അതൊരു നല്ല കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.